ബുക്കിംഗിൽ റെക്കോർഡ് സ്വന്തമാക്കി എമ്പുരാൻ. മണിക്കൂറിൽ 1 ലക്ഷത്തിലധികം പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ലിയോയെയും പുഷ്പയെയും മറികടന്നാണ് എമ്പുരാന്റെ ബുക്കിംഗ് മുന്നേറുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച 1 മണിക്കൂറിനിടെ 28,000-ലേറെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. എക്സിലും ട്രെൻഡിംഗ് ആവുകയാണ് എമ്പുരാൻ. വിശദാംശങ്ങളുമായി വിഷ്ണു ആനാട് ചെയ്യുന്നു. വിഷ്ണു, എല്ലാ റെക്കോർഡുകളിലേക്കും തുടക്കം എന്ന രീതിയിൽ കാണാമോ ഇതിനെ? യെസ്, വീണ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നാട് എങ്ങും എമ്പുരാൻ്റെ ചർച്ചകളിലേക്കാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് എമ്പുരാൻ്റെ ട്രെയിലർ വന്നത്. അതിനുശേഷം വളരെ വലിയൊരു ആഘോഷമാണ് സിനിമാ പ്രേമികൾ, പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ ആരാധകർ ആ ഒരു സിനിമയെ ആഘോഷമാക്കി മാറ്റുന്നത്. എമ്പുരാൻ്റെ വരവിനെ അത്രത്തോളം ഒരു ആവേശമാക്കി മാറ്റുകയാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ മുതൽ സിനിമയുടെ ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ബുക്കിംഗ് തുടങ്ങിയ ആ ഒരു സമയം മുതൽ തന്നെ അത് പെട്ടെന്ന് വിറ്റുപോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ബുക്കിങ്ങുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറിൽ 28,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെയും ഒക്കെ തന്നെയും വിറ്റുപോയിരിക്കുന്നു. ഒപ്പം അത് കൂടുതലായി മാറുന്ന ഒരു കാര്യമാണുള്ളത്. സംഖ്യകൾ മാറുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ലിയോ അല്ലെങ്കിൽ പുഷ്പ പോലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കൊക്കെ തന്നെയും അതിനേക്കാളും മികച്ച ഒരു മുന്നേറ്റമാണ് ഈ ബുക്കിങ്ങിൽ ഇപ്പോൾ എമ്പുരാന് ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം ഒരു ആവേശമാണ് ഇപ്പോൾ എമ്പുരാൻ്റെ വരവിനെ ആരാധകർ ഏറെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം എമ്പുരാൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. വളരെ മികച്ച പ്രതികരണം ആ ട്രെയിലറിന് കിട്ടി. ഒപ്പം ഇപ്പോഴും അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളൊക്കെ തന്നെയും നെഞ്ചേറ്റുന്ന ഒരു ഇതായി മാറി. ആ ഒരു എമ്പുരാൻ്റെ വരവിനെ വളരെയധികം ആഘോഷമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. ഒപ്പം നമുക്കറിയാം, പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം മാർച്ച് 27-ന് റിലീസിനെത്തുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ ടിക്കറ്റുകൾ വേഗത്തിൽ വിറ്റുപോകുന്ന കാര്യമാണുള്ളത്. ഇന്ന് രാവിലെ മുതലാണ് ബുക്കിംഗ് ആരംഭിച്ചത്. ഇനിയും നിരവധി ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബുക്കിങ്ങുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മിക്കവാറും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒരാഴ്ച സമയത്തേക്കുള്ള ടിക്കറ്റുകൾ പൂർണ്ണമായും നേരത്തെ തന്നെ വിറ്റുപോകുമെന്നുള്ളൊരു സൂചനയാണുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ട്വിറ്ററിലടക്കം എക്സിലടക്കം വളരെയധികം ട്രെൻഡിങ് ആണ് എമ്പുരാൻ്റെ ഓരോ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോഴും അതൊക്കെ തന്നെയും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ എമ്പുരാൻ്റെ ട്രെയിലറിൽ നിന്ന് തുടങ്ങി ചർച്ചകൾ ഇനിയും തീരുന്നില്ല. ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോവുകയാണ്. കാരണം നമുക്കറിയാം, ട്രെയിലറിൽ ചില സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയിൽ മൊത്തം തന്നെ ആ സസ്പെൻസുകളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. ഒപ്പം ആ ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്. അത്രത്തോളം ആണ് തങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരിക്കുമോ അല്ലെങ്കിൽ ആ ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു സസ്പെൻസുകൾ എന്തൊക്കെ എന്നറിയാൻ അത്രത്തോളം ഒരു ആകാംക്ഷയുണ്ട് ആരാധകരിൽ. ആ ഒരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ആവേശമായി അത് മാറുന്നത്. വീണ. ശരി വിഷ്ണു.